അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതാ നവാസിൻ്റെ കുഞ്ഞിന് അനക്കമില്ല. ഡോക്ടർമാരുടെ അടുത്തു നിന്ന് വന്ന കയ്യബദ്ധമാണോ അതോ എന്തെന്നറിയില്ല. കുഞ്ഞ് അനങ്ങുന്നേയില്ല. പക്ഷെ ചെറിയൊരു മിടിപ്പുമുണ്ട്. പരമാവധി ഡോക്ടർമാർ പല രീതിയിലും അത് പരീക്ഷിച്ചു നോക്കുന്നു. അതായത് കുഞ്ഞിന് ജീവനുണ്ട്, പക്ഷേ കുഞ്ഞ് കരഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രശ്നത്തിലാണ്. എന്നാൽ പുറത്ത് അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. എന്താ അപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിയാൻ എത്ര അധികം ടൈം ഉമ്മ വിചാരിക്കുകയാണ്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സത്താറ്, എന്തായി, ഓപ്പറേഷൻ കഴിഞ്ഞോ? ആ കഴിഞ്ഞു, പക്ഷേ കുഞ്ഞിന് അനക്കമില്ല. കുഞ്ഞിനെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇവിടെ എന്ന് വെച്ചാൽ അതിനുള്ള സൗകര്യമില്ല. കുഞ്ഞിനെ NICUയിൽ ഇടണം. അതുമാത്രമല്ല കുഞ്ഞിന് വേണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അതെല്ലാം അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോകണം. ഒരു നിമിഷം സത്താറ് അത് ഉമ്മയോട് വന്ന് പറഞ്ഞു. ഉമ്മ അത് ഇങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനഞ്ഞിപ്പോൾ ആ കുട്ടിനെ? ആ ഉണ്ടായിക്കോട്ടെ, കാരണം കളയണ്ട. ആ കുട്ടീനെ ഇനിയിപ്പോൾ ഉണ്ടായി കഴിഞ്ഞാലും തന്നെ അതിപ്പോൾ സ്വത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടി വേണം, അല്ലെങ്കിൽ ഒരു കുന്തും ഉണ്ടാവില്ല. എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല, എവിടേക്കാച്ചാ കൊണ്ടേക്കോട്ടെ. അപ്പോഴേക്കും ഡോക്ടർ വിളിച്ച്, സോറി, പിന്നെ കുഞ്ഞ് ശരിക്കും ഒന്നുകൂടെ കുഞ്ഞിനെ ആകാനുണ്ട് സമയം. അതുമാത്രമല്ല പെട്ടെന്ന് നിങ്ങൾ ധൃതിയിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ പുറത്തെടുത്തുകൊണ്ട് തന്നെ കുഞ്ഞ് ശരിക്കും കരഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഓക്സിജനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുക തന്നെ വേണം. അല്ലാതെ ഒരിക്കൽ പോലും ഈ ഒരു അന്തരീക്ഷത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞ് ബാക്കിയാവാൻ ചാൻസ് ഇല്ല. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ പറ്റില്ല, നല്ലൊരു ഉയർന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക്. ഒരു നിമിഷം ഉമ്മ, ഇനിയിപ്പോൾ അവിടെ പോയാൽ 1 മണിക്കൂറിനൊക്കെ എത്രയേക്കാൾ ലക്ഷങ്ങൾ വരിക, എനിക്ക് പിടിയേറില്ല. എന്നാൽ സത്താർ പറഞ്ഞു, ഉമ്മ എന്തായാലും വേണ്ടില്ല, കുഞ്ഞിനെ കൊണ്ടുപോകാം, ഞാൻ കുഞ്ഞിൻ്റെ കൂടെ പോയിക്കോളാം. സത്താറേ വേണ്ട, ഞാൻ പോയിക്കോളാം, സത്താർ ഇവിടെ നിൽക്ക് ഓളെടുത്ത്. ഒരു നിമിഷം സത്താറിൻ്റെ മനസ്സിൽ അതാ ഒരു ലഡ്ഡു പൊട്ടി. ഞാനോ? അതേടാ, നീ ഇവിടെ നിൽക്ക്. ഇനിയിപ്പോൾ ഓപ്പറേഷനെ കഴിഞ്ഞാലേ ഓളെ കാര്യങ്ങളെ കുറച്ച് നോക്കേണ്ടി വരും. ഈ ഇവിടെ നിൽക്ക്. എന്നാൽ കുഞ്ഞിൻ്റെ കൂടെ പോകാൻ കുഞ്ഞിക്കജാത്താക്കും ആഗ്രഹമില്ലായിരുന്നു. അവർ പറഞ്ഞു, അല്ല ഡോക്ടറെ, അല്ല ഞങ്ങളിപ്പോൾ ആരെങ്കിലും ഒപ്പം പോകേണ്ടി വരുമോ, അതോ ഞങ്ങളെന്നാൽ വീട്ടിലേക്ക് പോകട്ടെ? അതല്ല നല്ലത്, അതിപ്പോൾ അവിടെ വല്ല നോക്കണോലൊക്കെ ഉണ്ടാവൂലേ? എന്നാൽ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, എന്താ നിങ്ങൾക്കെന്താ കുഞ്ഞിന് ആവശ്യമില്ലേ? ഒരു കുഞ്ഞിനെ ഉണ്ടായിട്ട് നിങ്ങൾക്കതിന് ആവശ്യമില്ലെന്നുണ്ടെങ്കിലേ ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. കുഞ്ഞിനെ കുറിച്ച് വിലയില്ലാത്ത ഒരാളുകൾ ഓരോരുത്തരും മക്കളെ കിട്ടാനിട്ട് ഡോക്ടർ ആ ഉമ്മയെ ശരിക്കും ഒന്ന് ചീത്ത പറഞ്ഞു. അല്ല ഡോക്ടർ, അതെ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടെ പോരാം, അല്ല എന്നുണ്ടെങ്കിൽ അധികൃതരെ ഏൽപ്പിച്ച് അതിനുള്ള പണം കൊടുക്കാം. എന്താ നിങ്ങൾക്ക് വേണ്ടേ കുഞ്ഞിനെ? ഞാൻ പോയിക്കോളാം. മനമില്ല മനസ്സോടുകൂടെ അതാ മകൾ പ്രസവിച്ച കുഞ്ഞിൻ്റെ കൂടെ ആംബുലൻസിൽ അവർ ഇരിക്കുന്നു. വേറൊരു രീതിയിൽ ശരിക്കൊന്നും നോക്കുന്നു പോലും ഇല്ല. അതെ, ആ കുഞ്ഞ് ശ്വാസത്തിന് വേണ്ടി പിടയുന്ന രംഗമാണ് കാണുന്നത്. ശരിക്ക് എന്തെന്നില്ല, കരഞ്ഞിട്ടില്ല, എവിടെയോ ശ്വാസം തടഞ്ഞു നിൽക്കുന്ന പോലെ അനക്കമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോഴിതാ കൈകാലുകൾ അനക്കുന്നുണ്ട്, എന്നാൽ ആ കുഞ്ഞിനെ ശ്വാസമെടുക്കാൻ പോലും കഴിയുന്നില്ല. അതെ, പിന്നെ വളരെയധികം സ്പീഡിൽ തന്നെ അതാ ആംബുലൻസ് ചീറിപ്പാഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഈ സമയം അതാ ഡോക്ടർ അവനെ വിളിച്ച് പറയുന്നു, അതെ പിന്നെ നിങ്ങൾ അവളുടെ ഭർത്താവല്ലേ, എന്താ നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത്? നിങ്ങൾ ഒരുപാട് സമയം ഇവിടെ കൊണ്ടുപോകേണ്ട വിചാരിച്ചിട്ട് ഇവിടെ ഇട്ട് നിന്നല്ലോ, അതെന്താ? നിങ്ങൾക്ക് എന്താ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വേദനയല്ലേ? അത് ഡോക്ടറെ ഉണ്ട്, പക്ഷേ എങ്കിലും അവൾ രക്ഷപ്പെട്ടാൽ. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ട എന്നതാണല്ലേ ലക്ഷ്യം? അങ്ങനെയല്ല. എന്നാൽ ഈ സമയം അതാ പുത്തൻവീട് തറവാട്ടിൽ ഷമ്മാസിനോട് ഉമ്മ പറയണം, പൊന്നു മോനെ എന്തൊക്കെയാവോ വർത്താനം, ഒന്നും അറിഞ്ഞിട്ടില്ല. ഏതായാലും മറ്റോരവിടെ ഉമ്രക്ക് പോയി എത്തിക്കണമെന്ന് അറിഞ്ഞു. റബ്ബേ അൽഹംദുലില്ലാ. ഏതായാലും നവാസ് എന്നാണ് ചെല്ലാണ്, അതും പറഞ്ഞല്ലോ അവിടെ റൂം എടുത്തിക്കണെന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ തന്നെയാലും സൗദൻ്റെ വർത്താനം അറിയിട്ട് ഒരു സുഖമില്ല. എന്നാൽ ഈ സമയം അതാ റജിനത്ത ഐഷുമ്മയെ വിളിക്കുന്നു. ഹലോ താത്ത. ആ റജിന, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല എന്തിയപ്പോ? അല്ല താത്ത, ഞാനവിടെ പോയിട്ടൊന്നും, ഞങ്ങളപ്പുറത്തൊരു താത്ത ഉണ്ടല്ലോ, ആ വന്നുകാണ്ട് പറഞ്ഞു അവിടെ അവൾക്ക്
പ്രസവവേദന തുടങ്ങിയിട്ട് കൊണ്ടുപോയിക്കണമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ റബ്ബേ പഠിച്ചോനെ, ആവശ്യമ്മ ബേജാറായി. ഉമ്മ ബേജാറാണ്ട് ആവശ്യമൊന്നുമില്ല. ആരടി കൊണ്ടുപോയിക്കണത്? ആരമ്മ കൊണ്ടുപോവുക? ആ സത്താറാണല്ലോ കൊണ്ടുപോയിക്കണത്, സത്താറ് ഓളമ്മ. എന്നാലും ഒരു വാക്കുണ്ടാവുമല്ലോ പറയാം. ഒന്നും വേണ്ട, ഞാനവരെ തൊട്ടടുത്തില്ലേ, ഇന്നോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടേനെ. വല്ലാത്തൊരു ജന്തുക്കൾ തന്നെയാണ്. എൻ്റെ റബ്ബേ മോളെ, എടി ചോദിച്ചു നോക്കി, എവിടുക്കാ കൊണ്ടേക്കണമെന്ന് ചോദിച്ചു നോക്കുമ്മ, ഒന്ന് ചോദിച്ചു നോക്കാണേ. അതൊന്നും ഞാൻ പറഞ്ഞിട്ടും ചോദിച്ചിട്ടില്ല, എനിക്കറിയില്ല. അത് വന്ന് പറഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ നേരിട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല. ഏതായാലും താത്ത ഞാനൊന്ന് പോയി നോക്കട്ടെ, അവിടെ മക്കളുണ്ടല്ലോ, ഏതായാലും പോയി നോക്കട്ടെ. അങ്ങനെ റജിനത്ത നേരെ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വലിയ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു, വലിയ അനിയത്തിയും താഴെയുള്ള മക്കളൊക്കെ. റജിനത്ത അങ്ങോട്ട് ചെന്നു. അതേ, ആ ഇതാരാണ് റജിനത്തെ, ഇങ്ങോട്ട് കയറിക്കോളി. അല്ലടി, എൻ്റെ താത്താനെ കൊണ്ടുപോയിക്കണു ഹോസ്പിറ്റലിലേക്ക് സൗദനെ. ആ താത്താക്ക് സുഖമില്ലായിട്ട് കൊണ്ടുപോയിക്കണല്ലോ. ആര് കൊണ്ടുപോയത്? ഉമ്മയും സത്താറാക്കിയുണ്ട്, ഓല കൊണ്ടുപോയത്. എവിടേക്ക് കൊണ്ടുപോയതാവല്ലേ? എവിടേക്ക് എനിക്കറിയില്ല. ഓല് കാണിക്കണ ഹോസ്പിറ്റലിൽ തന്നെ തോന്നുന്നുണ്ട്, എന്തെനിക്കറിയില്ല. അല്ലേ എന്തെയ്ക്കണമെന്നാവല്ലേ? അത് ഒന്നും ഓല് പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ വിളിച്ചിട്ടുമില്ല. ഇനി ഓല് എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കുകയോ കാരം, എന്താ അറിയില്ല. ആ എന്നായിക്കോട്ടെ. റജിനത്ത് സങ്കടത്തോടെ വീട്ടിലേക്ക് വന്നു. നേരെ ഉമ്മാക്ക് വിളിച്ചു. അതീ കൊണ്ടേക്കണല്ലോ, സത്യം തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഐഷുമ്മ അറിയുന്നില്ല. ഷമ്മാസിനോട് നേരെ വിളിച്ചു പറഞ്ഞു. മോനെ ഷമ്മാസേ, എടാ ഉമ്മാൻ്റെ കുട്ടിയെ, എടാ സൗദന സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടേക്കണതാണ്. ഒരു സമാധാനമില്ല, ഒരു കുട്ടി വിളിച്ചിടണില്ല, പറയണില്ല. എന്താ ഒരു കഥ റബ്ബേ. ഒന്നുമില്ലെങ്കിൽ നമ്മളെ നവാസിൻ്റെ കുട്ടിയല്ലേ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് അന്വേഷിച്ച് നോക്കുമോ? ഉമ്മ ഞാൻ ആരോട് അന്വേഷിക്കാനാ? റജിനത്ത് പോയിടാ, അവിടെ പോയി കണ്ട്. അപ്പോൾ ഓൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞത്. എന്തൊക്കെയാണ് പഠിച്ചോനെ, ഇനിയിപ്പോൾ നവാസിനെ അറിയിക്കണ്ട, അവനെ ഇടങ്ങാറാവും റബ്ബേ. ഏതൊക്കെയാവും. ആയിഷുമ്മക്ക് സമാധാനമില്ല. എന്നാൽ ആയിഷുമ്മ അപ്പോഴും ദുആ ചെയ്യുന്നു, പഠിച്ച റബ്ബേ അല്ലാഹുവേ റഹ്മാനേ, പഠിച്ചോനെ സുഖപ്രസവം പ്രദാനം ചെയ്യാനുള്ള ബുദ്ധിമുട്ടാക്കല്ലേ അല്ലാ. എന്തൊക്കെ തന്നെ ചെയ്താലും റബ്ബേ ഇടങ്ങാറാക്കല്ലേ അല്ലാ. എവിടെയാണ് എനിക്കൊരു സമാധാനമില്ല ഇവിടെ നിന്നിട്ട്. ആയിഷുമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നാൽ നുസൈബ, ഉമ്മ അവരെവിടേക്ക് പോയതെന്ന് പറഞ്ഞോ? ഇല്ല എൻ്റെ പൊന്നാര പടപ്പ, ഒന്നും പറഞ്ഞിട്ടില്ല. എന്താന്നിപ്പോൾ സമാധാനമല്ല, എന്താ എൻ്റെ കുട്ടിക്ക് ഇത് കേൾക്കുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും. ഇനി പൈസ എന്തെങ്കിലും വേണം. മോനെ ഷമ്മാസെ, നമുക്കൊന്ന് പോയി നോക്കടാ, അമ്മാൻ്റെ കുട്ടിയെ ഒന്ന് പോയി നോക്കുക. വരി. ഓളെ എവിടെ കാണിച്ചതെന്ന് ആ ഹോസ്പിറ്റലിൽ തന്നെ ആണോ? ഏതാവും റബ്ബേ, എനിക്കറിയില്ല. ഉമ്മ ഞാൻ പോയി നോക്കിക്കോളാം, ഉമ്മ ഇവിടെ നിൽക്കി. അങ്ങനെ ഷമ്മാസ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അത് നവാസ്ക പറഞ്ഞൊരു ഓർമ്മയുണ്ടായിരുന്നു, എവിടെയാണ് കാണിക്കുന്നതിനെ കുറിച്ച്. അവിടെ തന്നെ ആയിരിക്കും. നേരെ അവൻ ഹോസ്പിറ്റലിലെത്തി. ഇവിടെ സൗദ എന്നുള്ള പേഷ്യൻ്റ് പ്രസവത്തിന് ഉണ്ടല്ലോ. അങ്ങനെ സൗദയുടെ റൂം നമ്പറെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഷമ്മാസ് അതിനനുസരിച്ച് പോയി നോക്കിയപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആ റൂമിൻ്റെ പുറത്തായിട്ട് സത്താർ ഇരിക്കുന്നു. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. അവന് അങ്ങോട്ട് പോകാൻ തന്നെ തോന്നിയില്ല. റബ്ബേ, അവൻ്റെ കൈകാലുകൾ ആകെ അങ്ങ് കുഴഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഡോർ തുറന്ന് അവൻ അകത്തേക്ക് കയറുന്നതും കണ്ടു. പഠിച്ചോനെ, എന്താ റബ്ബേ ഞാനീ കാണുന്നത്? ശരിക്കും പ്രസവം നടന്നിട്ടുണ്ടോ? ഒന്നും അറിയുന്നില്ല. ആരോടെ ചോദിക്കാം? ആരെയും കാണുന്നില്ലല്ലോ, അവൻ മാത്രമുള്ളല്ലോ അവിടെ. ശരിക്കും ഷമ്മാസിന് വല്ലാത്തൊരു നിരാശയായിരുന്നു അത്. ഇതൊരിക്കലും എൻ്റെ നവാസ്ക അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ നവാസ്കാൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും, ഒരുപാട് സങ്കടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ റബ്ബേ വേണ്ട. അവന് വല്ലാത്ത വിഷമമായി. അവൻ ഒന്നും മിണ്ടാതെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ഈ സമയം സത്താർ സൗദയുടെ റൂമിലേക്ക് കടന്നിട്ടുണ്ട്. മോളെ സൗദ, നിനക്ക് എന്താ വേണ്ടത്? കുടിക്കാൻ വെള്ളം വേണോ? സാരല്ല. എൻ്റെ കുഞ്ഞെവിടെ? നിൻ്റെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. കുഞ്ഞിന് ചെറിയൊരു ശ്വാസതടസ്സവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമുണ്ടാവില്ല. അല്ല സൗദ, പിന്നെ അല്ലെങ്കിലും കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചിട്ട് നീ വിഷമിക്കണ്ട. നീ കുഞ്ഞുണ്ടായാൽ തന്നെ അവരങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും, നിനക്ക് കിട്ടൂല. നമുക്ക് നമ്മുടെ ജീവിതം നോക്കിയാൽ മതി. എന്നാൽ അവൾ കരയുകയായിരുന്നു. എനിക്ക് കഴിയില്ല, എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് കഴിയില്ല, എൻ്റെ കുഞ്ഞ്. എന്താ സൗദ നീ ഇങ്ങനെ? നിനക്ക് എന്താ? ഇക്കാൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടത്? സൗദയുടെ അരികിലേക്ക് അയാൾ എത്തി. ദയവായി
നിങ്ങൾ ഉമ്മാനെ വിളിക്ക്, ഉമ്മ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾ പുറത്ത് നിന്നോളി, ആരെങ്കിലും കണ്ടാൽ. എന്താ മോളെ, നീ അപ്പം എന്നെ ഇപ്പോഴും അന്യനായിട്ടാണോ കാണുന്നത്? എന്താ നിനക്ക്? ഞാൻ നിൻ്റെ കൂടെ ഇത്ര അധികം ഹെൽപ്പ് ചെയ്ത് നിന്നിട്ടോ നീ എന്താ ഇങ്ങനെയൊക്കെ? പിന്നെ നീ ഒരുപാട് സങ്കടപ്പെടല്ല കേട്ടോ, കാരണം നിൻ്റെ സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അതുകൊണ്ട് നീ ഒരുപാട് ടെൻഷനാകാതെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുക. കുഞ്ഞിനൊരു കുഴപ്പമില്ല, കുഞ്ഞിൻ്റെ കൂടെ ഉമ്മ പോയിട്ടുണ്ട്. എന്താ? എന്നാൽ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ ഡോക്ടർമാരോട് നഴ്സുമാരോടൊക്കെ വരുന്നവരോട് ചോദിച്ചു നോക്കി, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? ഒന്നുമില്ല, കുഞ്ഞിന് ചെറിയൊരു ഇഷ്യൂസ് ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ആദ്യമെല്ലാം അവർ അത് മറച്ചു വെച്ചു. അതെ, തൻ്റെ കുഞ്ഞിന് ഒന്നുമില്ല എന്നുള്ള കാര്യം അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എല്ലാവരും വന്ന് കുഞ്ഞിനെ പാല് കൊടുക്കുന്ന സമയം ICUവിലായിരുന്നപ്പോൾ എല്ലാവരും പാല് കൊടുക്കുവാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ തൻ്റെ കുഞ്ഞിനെ മാത്രം കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ നഴ്സിനോടും ഡോക്ടറോടൊക്കെ ചോദിച്ചത്. അവരെല്ലാം ആ കുഞ്ഞ് അപ്പുറത്താണ് കേട്ടോ. എന്തൊക്കെ തന്നെയാലും അനസ്തേഷ്യയുടെ ക്ഷീണവും കാര്യങ്ങളും മയക്കും എല്ലാം വിടുന്നതിന് മുമ്പ് തന്നെ അവളത് ചോദിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ അവസാനമായി പറഞ്ഞു, അത് വാവയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ശ്വാസതടസ്സമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്, വിഷമിക്കണ്ട കേട്ടോ. അതെ, അവിടുത്തെ സിസ്റ്ററിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള സംസാരം അത് ശരിക്കും അവളിൽ ആശ്വാസം പകർന്നു. എങ്കിലും അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ബേജാറും ഭീതിയും ഉണ്ടായിരുന്നു. അത് തൻ്റെ കുഞ്ഞ്, താൻ പ്രസവിച്ച കുഞ്ഞിനെ തനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് പൊട്ടിപ്പോയി. അവൾ വിതുമ്പിക്കരഞ്ഞു. അനസ്തേഷ്യയുടെ മയക്കവും എല്ലാം വിട്ടുകഴിഞ്ഞപ്പോൾ അവളുടെ അടിവയറ്റിൽ വല്ലാത്തൊരു വേദന, വല്ലാത്തൊരു പുകച്ചിൽ. അതെ, ആവശ്യമില്ലാതെ എന്നെ ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. എനിക്ക് പ്രസവിക്കാൻ കഴിയും, എനിക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല. അവൾ വിതുമ്പിക്കരഞ്ഞു. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വയറിലാകെ മുറിയായി. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരു നോക്ക് പോലും കാണാൻ എനിക്കായില്ല. അതെ, ആ ഒരു പാതിമയക്കത്തിൽ തന്നെ വിളിച്ചു നിർത്തുന്നതും കുഞ്ഞിനെ കാണണോ എന്ന് ചോദിക്കുന്നതും ചെറുതായ സ്വപ്നം പോലെ ഒന്ന് ഉണ്ട്. പക്ഷെ ഒരു മിന്നാട്ടം പോലെ ഞാൻ അറിയാതെ അതിനെ കാണുകയായിരുന്നു. എന്നാൽ ശരിക്കും എൻ്റെ കുഞ്ഞിനെ കാണാൻ പോലും എനിക്ക് കഴിവ് കിട്ടിയില്ല. സൗദ് വല്ലാത്ത കരച്ചിലായിരുന്നു. എന്നാൽ ആ റൂമിൽ നിന്നും അവളെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയപ്പോഴേക്കും നേഴ്സും ഡോക്ടറും പറഞ്ഞു, അവളെ നല്ല രീതിയിൽ കെയർ ചെയ്തോളൂ കേട്ടോ. മനസ്സിൽ വിഷമമുണ്ടാവും, കാരണം കുഞ്ഞ് നഷ്ടപ്പെട്ടതല്ലേ. നഷ്ടപ്പെട്ടില്ല, കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ തന്നെയാലും നല്ല രീതിയിൽ കെയർ ചെയ്യൂട്ടോ. അതെ, ഭർത്താവാണ് എന്നുള്ള രീതിയിൽ അവനോടത് പറഞ്ഞപ്പോൾ അവൻ അകത്തേക്ക് സുഗമമായി അങ്ങ് കയറി. അതെ, എല്ലാത്തിനും കാരണക്കാരി കുഞ്ഞിക്കതിയെ തന്നെ. അവർക്ക് അതായിരുന്നു ആവശ്യം. തൻ്റെ മോളോട് അവൻ കൂടുതൽ സംസാരിക്കണം, പെരുമാറണം എന്നൊക്കെ. എന്തൊക്കെ തന്നെയാലും ക്യാഷ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അതിനൊരു കുറവുമില്ലല്ലോ. അത് അവളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ശരിക്കും സത്താർ ആ റൂമിലേക്ക് വന്നപ്പോൾ അവൾക്ക് ഭയമാണ് തോന്നിയത്. മോളെ, നിനക്ക് എന്ത് ഞാൻ ചെയ്തു തരേണ്ടത്? പുതപ്പിട്ട് തരണോ? തണുക്കുന്നുണ്ടോ? ICUവിൽ നിന്ന് തണുത്ത് വിറച്ച് അവൾ റൂമിലേക്ക് വന്നപ്പോഴും അവൾക്ക് തണുപ്പ് വിട്ടു മാറിയിട്ടില്ലായിരുന്നു. ശരിക്കും അവൾ തൻ്റെ കുഞ്ഞിനെ ആലോചിച്ച് കരഞ്ഞു. എൻ്റെ കുഞ്ഞ്, ഉമ്മയെ ഒന്ന് വിളിക്കോ? നിൻ്റെ ഉമ്മ പോയെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ നിനക്കിത്രത്? ഞാൻ പറഞ്ഞില്ല കുഞ്ഞ് പോണെങ്കിൽ പോട്ടെ, നിനക്ക് നല്ലൊരു ജീവിതം ഞാൻ തരൂലേ? എന്നാൽ ഈ സമയം അതാ അവിടെ കുഞ്ഞിൻ്റെ അടുക്കൽ ICUവിൻ്റെ അടുത്ത്. അതെ, പിന്നെ നിങ്ങളൊക്കെ കൂട്ടിരിപ്പുകാരാണെങ്കിൽ കുറച്ച് വിട്ടിരിക്കട്ടോ, ഇവിടെ നിന്ന് ഇരിക്കണ്ട. അല്ല സിസ്റ്ററെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല, നിങ്ങളേതായാലും നോക്കാനും ഇതിനൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ട കുഞ്ഞിനെ എന്നെങ്കിലും ഞങ്ങൾ അമ്മ തൊട്ടിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിടാം. ഇഷ്ടം പോലെ കുഞ്ഞിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് വേണ്ടേ? സിസ്റ്ററിനും ദേഷ്യം പിടിക്കുകയാണ് ചെയ്തത്. അല്ലേ, എല്ലാത്തിനും നിങ്ങളുണ്ടല്ലോ. കുട്ടി കണ്ണ് തുറന്നൊക്കെ നോക്കാനും കരഞ്ഞിക്കണോ നോക്കാനും എല്ലാത്തിനും നിങ്ങൾ കൂടെ ഉണ്ട്. പിന്നെ ഇപ്പം എന്താ, പൈസ ഇറക്കിയാൽ പോരെ? നമ്മൾ അങ്ങനെ മെനക്കെട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എന്നാൽ ആ ഉമ്മയുടെ വാക്ക് കേട്ട്, നിങ്ങളൊരു ഉമ്മയാണോ എന്ന് പറഞ്ഞ് സിസ്റ്റർ അതാ അപ്പുറത്തേക്ക് പോയി. ഇവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ അങ്ങനെ ഒരാൾ നിൽക്കണമെന്ന് എന്ത് കാര്യത്തിനാ? അല്ല, ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ കൊണ്ടുവരാൻ പിന്നെ ആരാണ്? അതൊന്നും ഞങ്ങൾ ഒരുമിച്ച് എടുക്കുകയല്ല. അതൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് തരണം നിങ്ങളെ കുട്ടിക്ക് വേണ്ടിയിട്ട്. അല്ല സിസ്റ്ററെ, പൈസ തന്നാൽ നിങ്ങൾക്ക് എന്താ വാങ്ങാൻ കഴിയൂല? ശരിക്കും ആ ഉമ്മയുടെ ചോദ്യം കേട്ടിട്ട് സിസ്റ്റർമാർ വരെ ഞെട്ടിപ്പോയി. വല്ലാത്തൊരു സാധനം ഒന്ന് അവിടെ നിൽക്കുന്നത്. ആരെ കൊച്ചാണാവോ?
മോളുടെയോ മോൻ്റെ, എനിക്ക് തോന്നുന്നു മോൻ്റെതാണെന്ന്, അറിയില്ല. മോളുടെ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെയൊക്കെ. അല്ല ഉമ്മ, നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ മോളെ കുട്ടിയാണ്. എന്നിട്ടിപ്പോൾ എന്താ നിങ്ങൾക്കൊരു ഇഷ്ടമില്ലാത്ത പോലെ? അതിന് മരുവനും ഓള് തെറ്റിലാണ്. പിന്നെപ്പോൾ വേറൊരുത്തൻ്റെ കല്യാണം ഉറപ്പിച്ചാൻ വേണ്ടി നിൽക്കുകയാണ്. ഏതായാലും ഇത് കയ്യട്ടെ വിചാരിച്ച് നിൽക്കുകയാണ്. ശരിക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓ, ഇങ്ങനെയുണ്ടാവുമല്ലോ ഓരോ ഉമ്മമാര്. സിസ്റ്റർമാർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായപ്പെട്ടു അവരുടെ കാര്യം. എന്നാൽ നവാസിന്റെ കുഞ്ഞ് അതാ കണ്ണു തുറക്കാതെ ആ കിടപ്പിൽ തന്നെയാണ്. ചെറിയൊരു മിടിപ്പുണ്ട് എന്നല്ലാതെ അതിന് ശരിക്കും ശ്വാസം എടുക്കുവാൻ പോലും കഴിയുന്നില്ല. ഓക്സിജൻ എല്ലാം വെച്ച് ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ് ആ കുഞ്ഞ് ശ്വസിക്കുന്നത്. അതെ, പിന്നെ ബേബി സൗദ, ആ ഒന്ന് വന്നു കേട്ടോ. കുഞ്ഞിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഇപ്പോഴും സ്ഥിതി തുടരുന്നത്. പിന്നെ ഇവിടെ ഓരോ മണിക്കൂറിനാണ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു സെക്ഷൻ പൂർത്തിയാക്കണമെങ്കിൽ നിങ്ങൾ ഓരോ മണിക്കൂറിൻ്റെയും പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് ഒരു ദിവസത്തെ പേയ്മെൻറ്റ് ടോട്ടലി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് ഞങ്ങളുടെ തുടർ ചികിത്സ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതിൽ സൈൻ ചെയ്തേ. എത്ര ആവും? പൈസൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. എന്നാൽ ആ നിമിഷം തന്നെ ആ ഉമ്മ സത്താറിനെ വിളിക്കുന്നു. ഹലോ സത്താറേ, പിന്നെ സൗദ എന്താ മട്ടം? ഓളെ ബോധമൊക്കെ തെളിഞ്ഞു കൊണ്ടുവന്നിക്കണാ? ആ ഉമ്മ, എന്നാലേ സൗദൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വിടാൻ പറയും. ഇവരെ ഗൂഗിൾ പേയുടെ നമ്പർ അതൊക്കെ ഞാൻ തരാം. കുറച്ച് അത്യാവശ്യം പൈസ ആവും. പിന്നെന്ന് വെച്ചാൽ മണിക്കൂറിന് ഇവിടെ എത്രയോ ഒരു കണക്കുണ്ട്. ഒരു ദിവസം 24 മണിക്കൂറാകുമ്പോൾ അതിനനുസരിച്ച്. പിന്നെ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഓൾക്കാണ് കാട്ടിക്കൊടുത്താളാ. എന്നാൽ സത്താറ്, സൗദ, പിന്നെ കുഞ്ഞിനെ ICUവിൽ നിന്ന് മാറ്റാനൊന്നും ആയിട്ടില്ല, തുടരുന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ കുഞ്ഞിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ട ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അവൾ ഗൂഗിൾ പേൻ്റെ നമ്പർ ചോദിച്ചു. അപ്പോൾ തന്നെ അത് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അതെ, പൈസയൊക്കെ ഉണ്ട്, പൈസ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. പക്ഷെ സമാധാനമല്ല. എന്താ ഞാൻ ചെയ്യുക ഉമ്മയാണെങ്കിൽ. എന്നാൽ ഈ സമയം ആ വലിയ ഹോസ്പിറ്റലിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് അവർ ഇരിക്കുമ്പോൾ ഓരോന്ന് ചിന്തിച്ചു. ഇവിടെ ഏതായാലും വലിയ നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമൊക്കെ എടുത്ത് ഇവിടെ നിൽക്കണം. കുട്ടീനെ വിളിച്ചുമാണ് ചെല്ലണം. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാവലിരിക്കാൻ കഴിയുമോ? ഏതായാലും നല്ല സെറ്റപ്പ് റൂമും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും അപ്പുറത്ത് അവിടെ സത്താറുള്ളതും വലിയ ഭാഗ്യം. എന്നാൽ ഈ സമയം ഷമ്മാസ് ആ കാഴ്ച കണ്ട് നേരെ വീട്ടിലേക്കാണ് പോയത്. മോനെ, എന്തായടാ? എന്ത്? അപ്പം നീ പോയില്ലേ? അല്ല, ഡോക്ടർ അടുത്തൊക്കെ പോയിക്കണെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഉമ്മ, അത് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. അതെന്താ മോനെ, വരി നമുക്കൊന്ന് പോയി നോക്കുക. വേണ്ട, തൽക്കാലം പോണ്ട. അതെന്താ? ഉമ്മ, എന്തിനാണ്? നമ്മൾ പുത്തൻ വീട് തറവാട്ടുകാരൊന്നും അവർക്ക് വേണ്ട. അവർക്കൊക്കെ ഓൾക്ക് പറ്റിയൊരാളുണ്ട് അവിടെ. അവന് മതിയല്ലോ എല്ലാത്തിനും. ആരും മോനെ? ആ ഉമ്മ, ആ സത്താർന്ന് പേരുള്ള അയാള്. എൻ്റെ റബ്ബേ പഠിച്ചോൻ, എൻ്റെ കുട്ടി വല്ലാത്തൊരു. അല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഉമ്മ, അവനവിടെ കാവലിരിക്കേണ്ട അകത്തേക്ക് കയറി പോണത് കണ്ടിരുന്നു. എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് പോന്നു. അവിടെ ആരെയും കണ്ടിട്ടില്ല, ഓനത്തിനെ കണ്ടിട്ടുള്ളൂ. ഒന്നും ചോദിക്കാനും പറയാനൊന്നും ഞാൻ നിന്നില്ല. എനിക്കത് കണ്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യാം? മോനെ, പഠിച്ചോനെ, എന്തായിക്കണേ, എന്താവും റബ്ബേ. എന്നാൽ ഈ സമയം റെജിനക്ക് നേരെ വിളിക്കുന്നു. ഹലോ റെജിന, ഷാമോ പോയി വന്നടാ. അപ്പോൾ അവിടെ സത്താറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടത്. എന്തായിക്കണെന്ന് അവൻ പൊന്നാര താത്ത, അങ്ങോട്ട് പോകാൻ തന്നെ തോന്നുന്നില്ല. പിന്നെ കുഞ്ഞിക്കജാത്താൻ്റെ ഫോണ് അയക്കാൻ വിളിച്ചിട്ടുമില്ല. പിന്നെ അതിനെനിക്ക് വലിയ ടച്ച് ഇല്ല, ഒരു തെറ്റിലാണത്. ഏതായാലും വല്ലാത്തൊരു പുതുമന്നെയാണ്. എന്നാൽ സത്താറ് ശരിക്കും സൗദി അങ്ങ് കണ്ട് ആസ്വദിക്കാണ്. അതെ, അവളാണെങ്കിൽ സങ്കടപ്പെട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഉമ്മാക്ക് എന്ത് പണി ഉമ്മ ചെയ്തത്? ഉമ്മ എന്നിട്ടിട്ട് പോകാൻ പാടുണ്ടോ? എൻ്റെ റബ്ബേ, എനിക്കറിയുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വന്നു. സൗദ, എങ്ങനെയുണ്ട്? ഡോക്ടർ അവളുടെ തുന്നൊക്കെ നോക്കുന്നു. ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, പ്രഷർ കുറച്ച് കൂടുതലുണ്ട്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാവും കേട്ടോ. കാരണം കുഞ്ഞ് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. കുഞ്ഞിനെ ഡയറക്റ്റ് നല്ല നേരിട്ടുള്ള ഷോസും കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ തന്നെ ഒക്കെ സെറ്റാകും. വിഷമിക്കൊന്നും വേണ്ട. പിന്നെ കൂടെ ടെൻഷൻ ആവരുത്. തുന്ന് പഴുത്തു പോവും. തുന്ന് പഴുത്താൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. അവളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചോളാം. ശരിക്കും സത്താറിന് അതൊരു നല്ല അവസരം തന്നെയായിരുന്നു. സൗദയുടെ അരികിലേക്ക് അവൻ വരുമ്പോൾ സൗദക്ക് പേടിയാണ്. അതെ, നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ, അവിടെ നിന്നോളൂ, എനിക്ക് പേടിയാണ്.
ഏയ് എന്താ പെണ്ണെ, നീ എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ പേടിക്കുന്നത്? ഒരു കാലത്ത് ഞാൻ നിനക്ക് വേണ്ടി കൊതിച്ചതായിരുന്നു, പക്ഷെ നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. നീ എന്നിൽ നിന്ന് അകന്നകന്ന് പോകുമായിരുന്നു. ഒടുവിലേ എനിക്ക് എൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നിന്നെ എനിക്ക് കിട്ടുകയാണ്. എന്തൊക്കെ തന്നെയാലും നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ശരിക്കും സൗദക്കത് കേട്ടപ്പോൾ ദേഷ്യവും സങ്കടവും വന്നു. അതെ, താൻ തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയിൽ, തൻ്റെ കുഞ്ഞ് തൻ്റെ അടുത്തില്ലാത്ത വേദനയിൽ ഒരുപാട് വിഷമിക്കുന്ന ഒരവസ്ഥയിൽ അവൻ്റെ വാക്കുകൾ കേട്ട് ശരിക്കും സൗദ കരഞ്ഞു പോവുകയാണ്. ദയവായി നിങ്ങൾക്കൊന്നും മനുഷ്യത്വമില്ലേ? എന്താ സൗദ, നിന്റെ കുഞ്ഞ് ഒക്കെ റെഡിയായി വരും. എന്നാൽ ഈ സമയം അതാ അവിടെ കുഞ്ഞിനെ ICUവിലാക്കിയ ആ ഒരു ഹോസ്പിറ്റലിൽ അവർ കുഞ്ഞിക്കതിയാത്ത നല്ല റൂമാണ് എടുത്തിരിക്കുന്നത്. അതെ, നല്ല AC സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം. കുഞ്ഞവിടെ ICUവിലല്ലേ എന്ന് കരുതി ആ ICUവിൻ്റെ മുന്നിൽ ഇങ്ങനെ കൊതും കടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം പിന്നെ നല്ല റൂമാണ് എടുത്ത് അവർ സുഖസുന്ദരമായി അതാ ഉറങ്ങുകയാണ്. എന്നാൽ അതിനിടയിൽ വിളിക്കുന്നുണ്ട്, സൗദ, ബേബി സൗദ, ബേബി സൗദ, ഒരു മെഡിസിൻ വാങ്ങാനുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ചുറ്റുഭാഗത്തും നോക്കി, ഇല്ല, കുഞ്ഞിൻ്റെ കൂടെയുള്ളവരെ കാണുന്നില്ല. ഓ, എന്തൊക്കെ തന്നെയായാലും എന്തായാലും ചെറിയ കുട്ടികളൊക്കെ ഇവിടെ ഇട്ടാണ് പോവാന്നൊക്കെ പറഞ്ഞാൽ ബേബി സൗദ. എന്നാൽ അപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റിനുള്ള മെഡിസിൻ വാങ്ങിക്കാം, എന്നിട്ട് പിന്നെ ബില്ല് പേ ചെയ്താൽ മതി. എങ്കിലും ഒന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, അവരവിടെ ഒന്നും കാണുന്നേ ഇല്ല. എന്നാൽ ഈ കുഞ്ഞിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എത്രയാണെന്നോ, കുഞ്ഞ് കണ്ണ് തുറന്നോ, കരഞ്ഞോന്നോ, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോന്നോ എന്ന് പോലും നോക്കാൻ അവിടെ അവരുണ്ടായിരുന്നില്ല. എന്നാൽ ഐഷുമ്മ എങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ റബ്ബേ, ഐഷുമ്മക്ക് അത് സഹിക്കോ? ഒരിക്കലുമില്ല. കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് ഐഷുമ്മ പോവില്ല. പാവം, ഐഷുമ്മ ഒന്നും അറിയുന്നില്ല, അവരറിയിച്ചതുമില്ല. അവർ കരുതി കൂട്ടി അവരെ ആ ബന്ധം ഒഴിവാക്കുവാൻ നിൽക്കുകയാണോ എന്തോ അറിയില്ല. കുഞ്ഞിക്കതിയാത്ത ശരിക്കും കരുതി കൂട്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല AC റൂമിൽ സുഖമായി ഉറങ്ങുകയാണ് കുഞ്ഞിക്കതിയാത്ത. പക്ഷേ ആരും അത് അറിയുന്നേയില്ല. എവിടേക്കോ പോയി എന്നാണ് വിചാരിച്ചത്. സുഖസുന്ദരമായി ഉറങ്ങുകയാണ്. ഒരു കുഞ്ഞിന് വേണ്ടി കാവലിരിക്കാൻ അല്ലെങ്കിൽ കൂട്ടിരിക്കാൻ വന്നതാണ് എന്നുള്ള ചിന്തയൊന്നും കുഞ്ഞിക്കതിയാത്തക്ക് ഉണ്ടായിരുന്നില്ല. അവർ സുഖമായി ഉറങ്ങുകയാണ്. ഓ, തലേന്ന് തന്നെ ഉറക്കം പോയിട്ട് ഒരു സുഖം കിട്ടിയിട്ടില്ല. സുഖസുന്ദരമായി ഇവിടെ ഉറങ്ങട്ടെ. ഉറക്കമെല്ലാം കഴിഞ്ഞ് കുഞ്ഞിക്കതിയാത്ത അതാ വന്നു. ഓ, ഞാനിപ്പോൾ ഇവിടെ എന്താ സുഖം. ആദ്യം പോയിട്ട് ഒരു ചായ കുടിച്ചത് വരാം. അവർ പുറത്തു പോയി നല്ല ചായയും നാസ്തിയും ഒക്കെ ആക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ICUവിൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ, സൗദ, ബേബി സൗദ, ആ ഇവിടെ ഉണ്ട്. നിങ്ങളാണോ ബേബി സൗദയുടെ കൂടെ കൂട്ടിരിക്കാൻ വന്നത്? ആ അതെ, എന്തേ? എന്തൊരു പണിയാണ് നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ പോയി ഉറങ്ങി. എത്ര ടൈം നിങ്ങൾക്ക് വേണ്ടി വിളിച്ചു. ആ കുഞ്ഞിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ എന്തെങ്കിലും കാണുവാനോ അറിയുവാനോ നിങ്ങൾ വന്നില്ലല്ലോ. നിങ്ങൾ എന്താ ഇങ്ങനെ? ഒരു മെഡിസിൻ വാങ്ങിത്തരാൻ വരെ നിങ്ങളിവിടെ കാണുന്നില്ലല്ലോ. എന്താ കുഞ്ഞിന് വേണ്ടേ നിങ്ങൾക്ക്? വീണ്ടും സിസ്റ്ററുടെ ചോദ്യത്തിന് മുമ്പിൽ കുഞ്ഞിക്കജത്ത് പറഞ്ഞു, അത് കുഞ്ഞിനെ വേണ്ടായൊന്നുമില്ല. പിന്നെ ഇപ്പോൾ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുമ്പോഴേ കുട്ടികൾ ഉണ്ടായിട്ടും വലിയ കാര്യമില്ലല്ലോ. ശരിക്കും അവരെല്ലാവരും ആ ഒരു താത്തയുടെ വാക്ക് കേട്ട് ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഒരു നിമിഷം അവർ ഓർത്തു, ശരിയാണ്, അവർക്ക് കുഞ്ഞിൽ തീരെ താല്പര്യമില്ല. ഇനിയിപ്പോൾ കുഞ്ഞ് എന്തായി കഴിഞ്ഞാലും അവർക്ക് കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല. അതെ, നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ പിടിക്കും. അങ്ങനെ ഈ കുട്ടി ഒരു അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ അതിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതായത് ലക്ഷങ്ങൾ എന്തായാലും ഇവിടെ പൊട്ടും. നിങ്ങൾക്ക് അതിന് സാമ്പത്തിക ശേഷി കുറവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് എഴുത്തു തരാം. നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം. അല്ലാതെ ഇവിടെ നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ചുരുങ്ങിയത് ഒരു കുറഞ്ഞ രീതിയിലൊരു 10 ലാഖെങ്കിലും നിങ്ങൾ കയ്യിൽ കരുതേണ്ടി വരും. കാരണം ഇവിടെ ഓരോ മണിക്കൂറിനാണ് ട്രീറ്റ്മെൻറ്റുള്ള ക്യാഷ് വരുന്നത്. ഓക്കെ, ഇനിയൊരു പക്ഷേ കുഞ്ഞിക്കതിയാത്ത വെറുതെ എന്തിനാ ഈ കണ്ട പൈസക്ക് ഈ കുട്ടിക്ക് കളയണേ എന്ന് വിചാരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് എങ്ങാനും മാറ്റുമോ എന്നുള്ള രീതിയിലും അവർ ചിന്തിച്ചു. ഓ, ഇനിയിപ്പോൾ അങ്ങോട്ടെങ്ങാനും മാറ്റിക്കഴിഞ്ഞപ്പോൾ അത്രയും പൈസ ലാഭിക്കല്ലേ. ആ ലക്ഷക്കണക്കിന് ഇവിടെ കൊടുക്കണത് ഇവിടെ കൈ പിടിച്ചൂടെ? നമുക്ക് എന്തേ ചെയ്തുകൂടാ? ഈ ഒരു കുട്ടിക്ക് വേണ്ടി എന്തിനാണ് വെറുതെ ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുകൊണ്ട് പൈസ കളയണേ? കുഞ്ഞിക്കതിയത്തയുടെ മനസ്സിൽ ഓരോരോ ചിന്തകൾ അങ്ങനെ നിറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം അതാ ഐഷുമ്മ ആകെ ബേജാറായിരിക്കുകയാണ്. പഠിച്ചോനെ എന്താ ഏതോ ഒന്നും അറിയുന്നില്ല. ഷാമോനെ, ഞമ്മക്കൊന്ന് പോയി നോക്കടാ ഉമ്മ. എൻ്റെ ഉമ്മക്ക് ആ കാഴ്ച കണ്ടിരിക്കാൻ പറ്റൂല ഉമ്മ. അത് എന്തൊക്കെ തന്നെയാലും നമ്മൾ അറിയിക്കുമല്ലോ.
പൊന്നു മോനെ ആരറിയിക്കണം, ഒന്നും അറിയിക്കൂല, വല്ലാത്തൊരു ജന്തുക്കളാണ് റബ്ബേ. ഐഷുമ്മ ദുആ ചെയ്തു, റബ്ബേ കുട്ടിക്കൊന്നും പറ്റരുതേ അല്ലാ, റഹ്മാനെ സുഖപ്രസവം കൊടുക്ക് റഹ്മാനെ, ഒന്നും സംഭവിക്കരുതേ. ഐഷുമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്യുകയാണ്. ഷമ്മാസ് ഒരു നിമിഷം, ഉമ്മ ഒന്നും ഉണ്ടാവില്ല, ഉമ്മ ദുആ ചെയ്തോളി, ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും കുഞ്ഞിക്കതിയാത്തിയുടെ പ്ലാനിങ്? അവർ കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.